ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭരണകാലത്തൊഴികെ ഇന്ത്യയിൽ ഒരിക്കലും ഐക്യമുണ്ടായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. ഞങ്ങളുടെ രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ പേരിലാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ പലതും ഉണ്ടായേക്കാം, എന്നാൽ ഇന്ത്യക്കില്ലാത്ത ഒത്തൊരുമ ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഇടം പിടിക്കുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വളരെ പ്രകോപനപരമായ വാക്കുകളാണിത്. ചരിത്രത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഖ്വാജയുടെ പ്രതികരണം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പാകിസ്ഥാൻ ടെലിവിഷനായ സമ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. ഇവിടം കൊണ്ട് നിർത്താതെ ഇന്ത്യയുമായി യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നും കൂടി പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞുവെച്ചു. ദൈവം അനുവദിച്ചാൽ യുദ്ധം വീണ്ടും ഉണ്ടായാൽ മുമ്പത്തേക്കാൾ മികച്ച ഫലം പാകിസ്ഥാൻ കൈവരിക്കുമെന്നായിരുന്നു ഖ്വാജയുടെ വാദം. ഇതാദ്യമായല്ല ഇന്ത്യക്കെതിരെ പ്രകോപന നിലപാടുമായി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി എത്തുന്നത്. പാകിസ്ഥാൻ അല്ലാഹുവിന്റെ പേരിൽ കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രമാണെന്നും പാകിസ്ഥാന്റെ പ്രതിരോധം അല്ലാഹുവിന്റെ പടയാളികളാണ് എന്നും പറഞ്ഞ ഖ്വാജ ഇത്തവണ ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന ഇന്ത്യൻ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടുമെന്നും വെല്ലുവിളിച്ചിരുന്നു. ഖ്വാജയുടെ വാവിട്ട ഈ സംസാരം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നുമുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പ് വന്നത്. തീവ്രവാദം സ്പോൺസർ ചെയ്യുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം പതിപ്പ് ഒട്ടും വിദൂരമല്ലെന്നുമായിരുന്നു ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ദ്വിവേദി മുന്നറിയിപ്പ് നൽകിയത്. അതിനു പിന്നാലെയാണ് പാക് മന്ത്രിയുടെ ഈ വെല്ലുവിളിയും. എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങളാൽ പ്രതിസന്ധിയിലായിരിക്കുന്ന, സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഖ്വാജ ശ്രമിക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ. വിദ്വേഷം നിറഞ്ഞ ഇത്തരം വാചക കസർത്തുകൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കില്ലെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 7 പതിറ്റാണ്ടിലേറെയായി സ്ഥിരതയുള്ളതും ഏകീകൃതവുമായ ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ തുടരുകയാണ്. ഒന്നിലധികം സൈനിക അട്ടിമറികളും ആഭ്യന്തര പിളർപ്പുകളും കണ്ട പാകിസ്ഥാനിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഇന്ത്യ എന്നും ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. 2022 മുതൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു വരുന്ന രാഷ്ട്രീയ നേതാവാണ് ഖ്വാജ മുഹമ്മദ് ആസിഫ്. ആഗോള വേദികളിൽ പാകിസ്ഥാനെ നാണം കെടുത്തിയ ചരിത്രമാണ് ഖ്വാജ ആസിഫിന്റേത്. കഴിഞ്ഞ മാസം പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക സാഹചര്യം പരിഹരിക്കുന്നതിന് അദ്ദേഹം ഒരു വിചിത്രമായ പരിഹാരം നിർദ്ദേശിച്ചിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാനികളോട് വെള്ളപ്പൊക്കത്തെ നേരിടാൻ പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ ആവശ്യപ്പെടുകയും വെള്ളപ്പൊക്കത്തെ ഒരു അനുഗ്രഹമായി കാണണമെന്ന് പറയുകയും ചെയ്തത് പാകിസ്ഥാന് വലിയ നാണക്കേടായി മാറിയിരുന്നു. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച പലതരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച ആളുമാണ് ഖ്വാജ. ആക്രമണത്തിനിടെ പാകിസ്ഥാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ ഖ്വാജ ശ്രമിച്ചു. CNN-നുമായുള്ള ഒരു അഭിമുഖത്തിൽ തെളിവ് നിരത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ജെറ്റുകളുടെ അവശിഷ്ടങ്ങൾ കശ്മീരിൽ തന്നെ ഉണ്ടെന്നും സോഷ്യൽ മീഡിയയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുമുള്ള അപ്രസക്ത പ്രതികരണമായിരുന്നു ഖ്വാജയുടേത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7-ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും നിരവധി ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ച് 100-ലധികം ഭീകരരെ ഇന്ത്യ വധിച്ചിരുന്നു. കൂടാതെ പാകിസ്ഥാന്റെ സൈനിക വ്യോമ താവളങ്ങളെ ആക്രമിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധി പാകിസ്ഥാൻ ഡ്രോണുകളും ജെറ്റുകളും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തെളിവായി ഉപഗ്രഹ ചിത്രങ്ങളടക്കം ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തിരുന്നു. യാതൊരു തെളിവും പുറത്തുവിടാതെ ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് അവകാശപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയെ തുടർച്ചയായി പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളുമായി പാക് പ്രതിരോധ മന്ത്രിയും രംഗത്ത് വന്നിരിക്കുന്നത്.